ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഒരു പൊട്ടിയ ടബുണ്ട് കേട്ടോ. ആ ടബ് നമുക്ക് കൃഷിക്ക് ഉപയോഗമാക്കി തീർക്കുന്നതാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലൊക്കെ പോകാം. അത് മണ്ണ് നിറയ്ക്കട്ടെ, മണ്ണ് മിക്സ് ചെയ്യട്ടെ ആദ്യം. ഓക്കെ, പിന്നെ നമ്മൾ ഇടാൻ പോകുന്ന വളമെല്ലാം പറയാം. ബാ, ഇതേമ്മ ഇതെന്തൊക്കെയാണ്? ഇത് ചാണകപ്പൊടി, പിന്നെ ഇതാ ചകിരിച്ചോറ്, പിന്നെ ഇത് ഇച്ചിരി സൂഡോമോണസ്, ഇത് ഈ കക്ക ഈ കക്ക എന്ന് വെച്ചാൽ ഇത് അതെ കക്ക പൊടിയാണ്. ഇത് പിന്നെ പൊടി ഇത് മണ്ണിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. മണ്ണിൻ്റെ കൂടെ അന്നേരം തന്നെ ചേർക്കുന്ന കക്കപ്പൊടിയാണ് ഇത്. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുക. ചകിരിച്ചോറും ചാണകവും ഈ നീറ്റ് കക്കാപ്പൊടിയും എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കുറച്ച് മണ്ണും കൂടി ഇതിനകത്ത് ഇടുക. നമ്മൾ അതിനാവശ്യമായ മണ്ണ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം അതാണ് അമ്മ അങ്ങനെ ഇടണ്ട. നമ്മൾ കുറച്ച് മണ്ണ് അല്ല, അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. അല്ല, ഇടട്ടെ കുറച്ച് മണ്ണ്. ഓക്കെ മതി. ആവശ്യം എത്രയുള്ള മണ്ണ് നമുക്കിപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് മണ്ണ് ഇട്ടിട്ട് ഇത് കല്ലൊക്കെ ഞാൻ ഒത്തിരി കളഞ്ഞിടഞ്ഞു വെച്ച മണ്ണ് എന്നിട്ട് ഇതുകൂടി മണ്ണിലങ്ങ് ചേർക്കുക. നമ്മൾ നേരത്തെ എടുത്ത് പറഞ്ഞു വെച്ച ചാണകപ്പൊടി, സൂഡോമോണസും നീറ്റ് കക്കാപ്പൊടിയാ. ഇത് കൃഷിക്ക് ഇത് നമുക്ക് പച്ചമുളകിനും പയറിനും വഴുതനയ്ക്കും എല്ലാത്തിനും കലക്കി പിന്നെ ഒഴിച്ച് കൊടുക്കാൻ ഇത് കാൽസ്യം ആവശ്യമാണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള അഥവാ കണ്ടെയ്നറുകളോ എന്തായാലും ബക്കറ്റ് ആണെങ്കിലും നമ്മൾ പൊട്ടിയതാണെങ്കിലും കളയണ്ടെന്നുള്ള ഒരു സാഹചര്യം അല്ലേ? അപ്പോൾ കലക്കി കുറച്ച് മണ്ണും കൂടെ അല്ലേ? കുറച്ച് മണ്ണ് വേറെ നമ്മൾ മണ്ണെല്ലാം വേറെ നിറച്ചു. ഇനി അത് മിക്സ് ചെയ്യുമല്ലേ അമ്മേ? മിക്സ് ചെയ്യുക. കരിയിലയൊക്കെ ഉണ്ട്, കിടന്നോട്ടെ. ഇനി ഇതിനകത്ത് കരിയിലയൊക്കെ വേണ്ടി വരും, ഇടും. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. നേരത്തെ നമ്മൾ മണ്ണും വളമെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത്. ഇതിപ്പോൾ അങ്ങനല്ല, ഒറ്റയ്ക്ക് എടുക്കുമ്പോഴേ അതിനകത്തോട്ട് ഇട്ടങ്ങ് മിക്സ് ചെയ്താൽ മതി. ചാണകപ്പൊടി എല്ലാം ഉണ്ട് ഇതിനകത്ത്. ചാണകപ്പൊടിയുണ്ട്, ചകിരിച്ചോറ് എല്ലാം കൂടെ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഇതൊന്ന് നനച്ചു കൊടുക്കണം, ഇതൊന്ന് ഒതുങ്ങാൻ മണ്ണ്. അല്ലെങ്കിൽ നമ്മൾ വിത്ത് പായിക്കഴിഞ്ഞ് പിന്നെ വെള്ളം ഒഴിച്ചാൽ വിത്ത് അങ്ങ് താണു പോകും. അതിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ഈ വെള്ളം അങ്ങ് താഴണം. അപ്പോൾ ശകലം മണ്ണൊന്ന് കുതിരും. നമ്മൾ ഇവിടെ പൊട്ടിയതായോണ്ട് ഇതാവും അല്ലേ? അത് കുഴപ്പമില്ല, മണ്ണങ്ങ് അത് സാരമില്ല. പൊട്ടിയതായോണ്ട് നമ്മൾ ചെയ്യുന്നത്. അത് കുറച്ചങ്ങ് പോകും, കുഴപ്പമില്ല. അത് പിന്നെ ഇവിടെ കയറി ജാമായി കഴിയുമ്പോൾ കുഴപ്പമില്ല. ഈർപ്പം വെള്ളം ഉണ്ടെങ്കിലും ഇത് കെട്ടി നിൽക്കാതെ പെട്ടെന്ന് ഒലിച്ചങ്ങ് പൊക്കോളും. അതിൽ കൂടെ ഇപ്പോൾ ഹോൾ അടഞ്ഞു. ഇനിയിപ്പോൾ വെള്ളം കുറച്ച് അരിച്ച് താണങ്ങ് പൊക്കോളും അതിൻ്റെ ഇടുക്കി കൂടെ. അപ്പം ഇതിന് കണ്ടെയ്നറിന് അടി വരെ പൊട്ടിയതായതുകൊണ്ട് ഹോൾ ഇടേണ്ട ആവശ്യമില്ല. ആ സൈഡിൽ കൂടെ വെള്ളമെല്ലാം അങ്ങ് പൊക്കോളും. ഇനിയിപ്പം നമ്മൾ ടാബ് തണലത്ത് മാറ്റി വെച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാലേ പിന്നെ മഴയുണ്ട്, മഴയത്ത് വെള്ളം കുത്തി വീണാലും ഈ വിത്തെല്ലാം അങ്ങ് അടിപ്പെട്ട് കിളിക്കത്തില്ല. അന്നേരം ഈ തണലത്തിരിക്കട്ടെ. ഈ വിത്ത് കിളിക്കാൻ ഈ തണലത്തിരുന്ന് ഈ വിത്തെല്ലാം വിത്ത് പാകാൻ പോവുക. ഇത് ഇവിടെ നിന്ന് ഈ തണലത്തിരുന്ന് കിളിച്ച് പറിച്ച് നടാൻ പാകമാകുമ്പോൾ ഇവിടുന്ന് മാറ്റിയാൽ ഇത് ഇതേണ്ട ഹൈബ്രിഡ് വഴുതന വിത്ത. ഹൈബ്രിഡ് വഴുതനയുടെ ഹൈബ്രിഡ് വിത്ത. പൊട്ടിച്ച പാക്കറ്റ് പൊട്ടിച്ച വിത്ത് നമ്മൾ നടാൻ പോവായിരുന്നു. നമുക്കത് പാകാം.
വഴുതന വേറെ നീലയും ഒക്കെ ഉണ്ട്. ഇത് പച്ച ഇപ്പം ഇല്ല, കുറച്ച് നാളായിട്ട് പച്ച നടുന്നില്ല. നമുക്ക് പച്ച ഒന്നിട്ട് നോക്കാം. അപ്പോൾ നടുമ്പോഴേ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നനവുള്ള മണ്ണ, ഈ നനവുള്ള മണ്ണി നട്ടാൽ എളുപ്പമൊന്ന് വരും. അതെ, നമ്മൾ മിനിമം ഇതെല്ലാം കല്ലും അതിൻ്റെതായ എല്ലാം നിൽക്കുക. ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുത്ത ചമ്മന്തി വഴുതനയ്ക്ക് ഒരു പ്രശ്നവുമില്ല. ഇത് കണ്ടോ, ഇങ്ങനെ ഇതിനകത്ത് നടണം. നമുക്ക് കുറേശ്ശെ ഇങ്ങനെ അകത്ത് ഇട്ടിട്ടില്ലേ, ഇത് വിത്ത് കിളിച്ച് കഴിയുമ്പം പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഇത്ര ചേലും ഫുള്ള് അതിനകത്ത് ഇട്ടു. പിന്നെ ഫുള്ള് മിക്കവാറും ഇതെല്ലാ വിത്തുകളും കിളിക്കും. എനിക്ക് അഥവാ കിളിച്ചില്ലേലും ശരി കുറേ കിട്ടും. ഇങ്ങനെ എന്നിട്ട് ഇതൊന്നിങ്ങനെ കുറച്ച് മണ്ണ് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒന്നിട്ട് കൊടുക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് നടുന്നത്. എല്ലാം കിളിക്കും. നമുക്ക് 10 തൈ പോലും വേണ്ട. നമുക്ക് കണ്ടമാനം വഴുതനങ്ങ ഉണ്ടാവും. കഴിഞ്ഞ വർഷമൊക്കെ കണ്ടമാനം വഴുതനങ്ങ ഉണ്ടായി. നമുക്ക് മിച്ചമൊന്നും വരത്തില്ല, ചാച്ചൻ കൂട്ടുകാർക്കും ഒക്കെ. അപ്പം ആയി കഴിയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് കൊടുക്കും. സന്തോഷമാണ്, അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. വിഷമില്ലാത്ത പച്ചക്കറി എന്ന് വെച്ചാലേ കണ്ടില്ലേ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് വരുന്നാലേ എത്ര ദിവസം കിടന്നാലും ആ പച്ചക്കറി വാടത്തില്ല. മറ്റേ വഴുതനങ്ങയെ പിന്നെ വെണ്ടയ്ക്ക തക്കാളിപ്പഴം ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ചീഞ്ഞു പോകും 2 ദിവസം കഴിയുമ്പോഴേ. ഇപ്പോൾ പച്ചക്കറി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉണങ്ങുക. ഞാൻ ഈയിടെ കുറച്ച് പിന്നെ വെണ്ടയ്ക്ക വണ്ടിയെ കണ്ടുകൊണ്ട് വാങ്ങിച്ചു കൊണ്ടിട്ടു. അതിനടുത്ത് മൊത്തം വാരി കളയുമായിരുന്നു. 1 ആഴ്ച 2 ആഴ്ചയോളം ഞാൻ വെണ്ടയ്ക്ക പരീക്ഷണത്തിന് കുറച്ച് ഇട്ടിരുന്നു. അത് തീയരിക്കാൻ കൊള്ളാം, അതേ ഉണങ്ങും. മറ്റേ ഇങ്ങനെ പഞ്ഞി പോലെ വന്ന് അഴുകിപ്പോകുന്ന വെണ്ടയ്ക്ക ഒന്നും ഇപ്പോൾ അഴുകത്തില്ല. കാരണം കൊടി ഇവർ വാടാതിരിക്കാൻ വരെ വലിയ വിഷം അടിച്ചിട്ടാണ് ഈ വണ്ടിയിലൊക്കെ കൊണ്ട് വിൽക്കുന്നത്. ആരും സത്യം പറഞ്ഞാൽ വാങ്ങുകയേ ചെയ്യരുത്. നമ്മൾ വാങ്ങുന്ന വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്യുമ്പം ദൈവമേ പാവങ്ങൾ അവരുടെ ജീവിതമാർഗ്ഗമല്ലേ എന്ന് കരുതി നമ്മൾ കാണുമ്പോൾ വാങ്ങിച്ചു പോകും. അവർക്ക് 10 പൈസ കിട്ടിക്കോട്ടെ. അത് വാങ്ങിക്കരുത്. നമ്മൾ കഴിവതും ഇതുപോലെ വീട്ടിൽ ഒരു മൂടെങ്കിലും എല്ലാം നട്ടിട്ട് അതിൽ നിന്നെടുത്ത് 1-2 എണ്ണം മതി. നമുക്ക് ആശുപത്രി കൊണ്ട് പൈസ കൊടുക്കണ്ടല്ലോ. ഇതിപ്പോൾ ഈ ക്യാൻസറും അതുപോലുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇത് ഓരോരുത്തർ പറയും പണ്ട് ക്യാൻസർ വരുന്ന പാരമ്പര്യം. ഇപ്പോൾ പാരമ്പര്യമൊന്നുമല്ല, ഈ വിഷം ഉള്ള പച്ചക്കറി കഴിച്ച് വരുന്നതാ ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങളെല്ലാം. ഇന്ന് പേരറിയാത്ത എന്തൊക്കെയോ രോഗങ്ങളാണ്. ഇതെല്ലാം ഇപ്പോൾ ഈ വിഷം കഴിച്ചിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യട്ടെ. അപ്പം കുറച്ച് വിഷം അടിക്കുകയും കുറയും. സാധനങ്ങൾ വിറ്റഴിയുന്നില്ല എന്നൊക്കെ വരുമ്പോൾ കുറച്ച് വിഷമടിക്കുകയും കുറയുമോ എന്ന് നമുക്കില്ല. നമ്മുടെ ഒരു ചിന്തയാ. നമുക്കുള്ളത് ചെയ്യാം. അങ്ങനെ. അപ്പോൾ ശരി, ഓക്കെ. കിളിച്ച് വരട്ടെ. നമുക്കിനി കിളിച്ചിട്ട് ഇടാം. ഇത് കൈയല്ല, അടുത്ത കിളിച്ചിട്ട് ഇടാം. അപ്പം ശരി അല്ലേ?